എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണിക്ക് ചായയുടെ ഒപ്പം ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ സാധാ കാണുന്ന ചേരുവകൾ മാത്രം മതി, അധികം ഓയിലും വേണ്ടത് തയ്യാറാക്കാനായിട്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ റവയാണ് കേട്ടോ. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ റവയാണ് എടുത്തിരിക്കുന്നത്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ 1 ഗ്ലാസ് റവ അളന്നിട്ടെടുത്താൽ മതി. ബാക്കി ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. റവ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ വറക്കാത്ത റവ തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് അളവിൽ റവ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം, വീണ്ടും ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചെറിയ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. നമ്മൾ റവ അളന്നെടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് അളവിൽ തൈരാണ് നമുക്കിതിലേക്ക് വേണ്ടത്. തൈര് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പുളിയുള്ള തൈര് ഇതിലേക്ക് നമ്മൾ എടുക്കരുത്. അപ്പോൾ അധികം പുളിയില്ലാത്ത 1 കപ്പ് അളവിൽ തൈരും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതേ അളവിൽ തന്നെ 1 കപ്പ് അളവിൽ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് മിക്സിയിൽ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല ഫൈനായിട്ടാണ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് കട്ടിയും പാടില്ല, പക്ഷെ ഒരുപാടങ്ങ് ലൂസായിട്ടും പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ചേർത്ത പോലെ ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു പരുവത്തിന് ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഒരു ബാറ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടിയാകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് ലൂസായിട്ടും പോകരുത്. കറക്റ്റ് ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനി നമുക്കിത് ഇതുപോലൊരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം കേട്ടോ. ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു മൂടി തുറന്നൊന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയാണ്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചെടുത്താണിത്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചെടുത്താണ് കേട്ടോ. ഇത് പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകം തന്നെ നമ്മൾ ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും, അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുക. ഈ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പ്ലേറ്റ് ആയതുകൊണ്ട് ഒരു 1-2 തവിയുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. നമ്മളെടുക്കുന്ന പ്ലേറ്റിനനുസരിച്ച് വേണം കേട്ടോ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഒരുപാടങ്ങ് കട്ടിയാകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു പ്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതുപോലെ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളൊരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ നമുക്കിതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുത്ത ഈ ഒരു പാത്രത്തിൽ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇതും അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം.
ചെറിയതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡ് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു 3-4 ആയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ പതിയൊന്ന് വിടിയിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ ഓരോന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു കട്ടിയേ ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊട്ടി അങ്ങ് പോവും. അപ്പോൾ ഇത് കണ്ടില്ല, എല്ലാം ഇതുപോലെ ആവിയിൽ വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മാത്രം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണോളം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് ഈ റോൾ ചെയ്തത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണോ തവിയോ ഒന്നും വെച്ച് നമ്മൾ ഇതുപോലെ ഇളക്കരുത്. ഇതുപോലെ ഒരു പാന് കൈ കൊണ്ട് എടുത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കറിയായിട്ട് ഇതുപോലെ ചട്നി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ സാമ്പാറിൽ മുക്കിയിട്ടൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സാധാരണ നമ്മൾ ഉപ്പുമാവിനകത്തൊക്കെ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കാറില്ലേ, അപ്പോൾ അതുപോലെ പഞ്ചസാരയിൽ മുക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എനിക്കിത് കറി കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് വെറുതെ നമ്മൾ പഞ്ചസാരയിൽ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അധികം ഓയിലൊന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. റവ കൊണ്ട് എപ്പോഴും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.